ഹായ്. അപ്പം വെൽക്കം. NRV വീഡിയോ ക്രിയേറ്റർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ആധാറിന് രക്ഷപ്പെടണമെങ്കിൽ ഈ മാറ്റങ്ങളൊക്കെ വന്നേ തീരൂ. ഈ ഷെഡ്യൂളിൽ ബാറ്റേഴ്സ് ഓർഡർ വന്നാലേ അവർക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ഇന്നത്തെ മാച്ച് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 7 കളിയിൽ നിന്ന് 5 കളിയും തോറ്റ് കഴിയും. അപ്പോൾ ഇനി ഉള്ള മാച്ചുകളിലെല്ലാം വിൻ ചെയ്താൽ മാത്രമേ ക്വാളിഫയർ റൗണ്ടിലോട്ട് പോകാൻ പറ്റൂ. അപ്പം ഇന്നത്തെ മാറ്റങ്ങൾ തന്നെ ഹിറ്റ്മെയർ പോലുള്ള പ്ലെയറൊക്കെ ഫോം മോഡിൽ നിൽക്കുമ്പോൾ ബാറ്റിൽ ടച്ച് ആവാൻ പോലും പറ്റുന്നില്ല. ഹിറ്റ്മെയർക്ക് ബാറ്റിൽ ഒരു സ്റ്റാൻഡപ്പ്, അതായത് ആ സൂപ്പർ ഓവർ കഴിഞ്ഞ കളിയിലെ സൂപ്പർ ഓവർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ജയ്സ്വാളിനെയും റാണയും പോലുള്ള കളിക്കാർ അവിടെ ഇരുന്നപ്പോൾ ഒന്ന് മാറ്റി പരീക്ഷിക്കായിരുന്നു. ഹിറ്റ്മെയർ ലാസ്റ്റ് ഓവറിൽ റൺസ് കണ്ടെത്താൻ, ഒരു ബൗണ്ടറി കണ്ടെത്താൻ കുറേ പ്രയാസപ്പെട്ടു. അത്രയും ഹിറ്ററായ ഒരു ബാറ്റ്സ്മാൻ ഒരു ലാസ്റ്റ് ഓവറിൽ 7 വിക്കറ്റോളം കയ്യിലിരിക്കെ എത്രയും പ്രയാസപ്പെട്ടെങ്കിൽ സൂപ്പർ ഓവറിൽ കളിപ്പിക്കരുതായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ആ പോരായ്മകളൊക്കെ, അതായത് ഇനി സൂപ്പർ ഓവർ വരുമെന്നല്ല, പോരായ്മകളൊക്കെ മറികടന്ന് വേണം ടീമിനെ ടോപ്പ് 11 ഓർഡർ സെറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ റയാൻ പരാഗ് എന്നുള്ള പ്ലെയറിന് മുന്നേ റാണയെ പരീക്ഷിക്കാൻ, അതായത് 6 റണ്ണിൽ റൺ സ്കോറിൽ കുറച്ചും കൂടെ ഹിറ്റിംഗ് ആയ റൺ, അതായത് കുറച്ചുകൂടെ ഫാസ്റ്റ് റണ്ണ് കയറും. അല്ലെങ്കിൽ റയാൻ പരാഗൊക്കെ ഒരുപാട് ഫോം ഔട്ടായി നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. പരാഗിനെയൊക്കെ പരീക്ഷിക്കുന്നതിലും ഭേദം റാണെ ജുറലിനെയൊക്കെ നേരത്തെ അതായത് അവസാന ഹിറ്റിങ്ങിൽ കൊണ്ടുവരുന്ന സമ്മർദ്ദത്തിൽ ഇടാതെ ജുറലിനെയൊക്കെ നേരത്തെ ഇറക്കി കളിപ്പിക്കുക, അതായത് ടോപ്പ് ഓർഡറിലോട്ട് ഇറക്കുക. ജുറലൊക്കെ 4ാമത് 5ാമതൊക്കെയാണ് പോകുന്നത്. 4 ആകുന്നില്ല എന്ന് തോന്നുന്നു, 5ാം സ്ഥാനത്ത്, അതായത് 5ാമത് 6ാമത് ആ ഒരു ലെവലിലാണ് ഇറങ്ങുന്നത്. രാജസ്ഥാനെ അനുസരിച്ച് സഞ്ജുവും ജയ്സ്വാളും നല്ലൊരു തുടക്കമാണ് കൊടുക്കുന്നത്. അത് മുതലാക്കാൻ പറ്റാത്ത ആണ് രാജസ്ഥാൻ്റെ പോരായ്മകൾ. കഴിഞ്ഞ കളിയിൽ തന്നെ സഞ്ജുവും ജയ്സ്വാളും തുടങ്ങി വെച്ചത് എല്ലാ ബൗളർക്കും നല്ലപോലെ പ്രഹരം കൊടുത്തതിന് ശേഷമാണ്. എന്നിട്ടും അവസാനം എല്ലാ ബോളേഴ്സും സ്റ്റാർക്കൊക്കെ ആദ്യം നല്ല അടി വാങ്ങിപ്പോയിട്ട് അവസാനം ഇത്ര പെർഫെക്റ്റായിട്ട് ബോൾ ചെയ്തിരുന്നു. അതാ ബാറ്റർമാർ, അതായത് ഹിറ്റ്മെയർക്കൊക്കെ കളി ഒരു ഓവർ മുന്നേ തീർക്കാമായിരുന്നു. അവർ ഭയങ്കര പോരായ്മയായിപ്പോയി ആ കളിയിൽ കാണിച്ചത്, എന്നിട്ട് സൂപ്പർ ഓവറിൽ. അപ്പോൾ അതിനി ആവർത്തിക്കാതെ രാജസ്ഥാൻ മുന്നേറിയില്ലെങ്കിൽ രാജസ്ഥാൻ ഇനിയുള്ള കളികളിലെല്ലാം മുന്നോട്ട് പോകുന്നതെല്ലാം കഷ്ടത്തിലായിരിക്കും. അതുകൊണ്ട് അതെല്ലാം മാറ്റി പരീക്ഷിച്ച് ടോപ്പ് ഓർഡറിലെ ബാറ്റ്സ്മാനെ മാറ്റി, അതായത് ഓപ്പണിംഗ് ജയ്സ്വാളും സാംസണും കഴിഞ്ഞാൽ റാണെ പരീക്ഷിക്കുക, അത് ജുറലിന് അവസരം കൊടുക്കുക, പരാഗും ഹിറ്റ്മെയറും അതിന് ശേഷമാക്കുക. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട്. റാണയൊക്കെ നല്ല ഫോമിൽ നിന്നതാണ്. റാണയ്ക്ക് എന്നിട്ടും ബാറ്റിങ്ങിൽ ആ സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം കളി മാറിയേനെ. അപ്പം ഇനിയൊരബദ്ധം വരാതെ രാജസ്ഥാൻ മുന്നോട്ട് പോകട്ടെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അതിൻ്റെ ഒരു റിവ്യൂ ഇടാം. കഴിഞ്ഞ കളി ഞാൻ റിവ്യൂ ഇടണമെന്നുണ്ടായിരുന്നു, എന്നാലും ടൈം ഇല്ലാത്തതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പം രാജസ്ഥാൻ്റെ ഓർഡർ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത്, രാജസ്ഥാൻ്റെ ഓർഡറിൽ ഈ ഒരു മാറ്റങ്ങൾ മാത്രം വന്നാൽ മതി. ജയ്സ്വാളും സാംസണും കഴിഞ്ഞ് റാണയാവുക, റാണ കഴിഞ്ഞ് ജുറൽ കഴിഞ്ഞിട്ട് ഹിറ്റ്മെയറോ പരാഗോ വരിക, അല്ലെങ്കിൽ വീണ്ടും റൺ സ്കോറിങ്ങിനൊരു താളം കണ്ടെത്താൻ രാജസ്ഥാൻ കഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടൊക്കെ മാറ്റി രാജസ്ഥാൻ ഇനിയും മുന്നേറട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പം പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഒന്ന് ഉണരട്ടെ, കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ.